സീക്രട്സ് ഓഫ് ഫാർമിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ്. നമ്മൾ രാവിലെ തന്നെ ഈ റംബൂട്ടാൻ ഏകദേശമൊക്കെ വലയിടാറായി വരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഒരു 2 ആഴ്ച കൂടെ കഴിയുന്നു ഏകദേശം ഒരു മഞ്ഞ കളറിലേക്ക് മാറാൻ വേണ്ടി. അപ്പോഴേക്കും നമുക്ക് ഫുള്ള് വാവിൽ കടിക്കാതിരിക്കാൻ വേണ്ടി ഫുള്ളൊന്ന് വലയിട്ട് റെഡിയാക്കേണ്ടി വരിക്കും. ഏകദേശമൊക്കെ ഫുള്ള് ആയിട്ടുണ്ട്. പിന്നെ മഴ കാരണം ഒരുപാടെണ്ണം പൊഴിഞ്ഞൊക്കെ പോകുന്നുണ്ട്. മഴ കൂടുതൽ കാരണമാണ്. പിന്നെ ഈ പ്രാവശ്യം സീസൺ ഇച്ചിരി ലേറ്റായിട്ടാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ കുറ്റിക്കുരുമുളക് ഈ പ്രാവശ്യം 2ാം സീസണിലാണ് ഏകദേശം ആയി വന്നിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, എല്ലാം അതും ഇതുപോലെ മഴയുടെ ഒരു പ്രശ്നം കാരണം ഈ കാപിടുത്തം കുറവാണ്. അതിൻ്റെ മണികൾ പിടുത്തം കുറവുകളാണ് ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്. ഇതിൽ കുറ്റിക്കുരുമുളകാണ്, അതായത് കുമ്പിക്കൽ കുറ്റിക്കുരുമുളകാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ബഡ്ഡിങ്ങാണ്, തിപ്പലിയിൽ ബഡ് ചെയ്തതാണ് നമ്മളീ കാണിക്കുന്നത്. ഇതിപ്പം സീസണൊന്നുമില്ല, ഇതിനിങ്ങനെ കായ്ച്ചുകൊണ്ടേയിരിക്കും. അത്യാവശ്യം ചാണകപ്പൊടിയൊക്കെ ചുവട്ടിൽ വേര് വരുന്നിടത്ത് പൊത്തി ഇങ്ങനെ വെക്കണം. അപ്പോഴത്തേക്കും കുറച്ച് ഇത് നമ്മുടെ സ്ട്രോബെറി പേരയാണ്. സ്ട്രോബെറി പേര ഏകദേശം അടുത്ത സീസണിൽ കായ്ക്കാറായി വരുന്നു. ഇപ്പം ഏകദേശം ഒരു പരുവായിട്ടുണ്ട്. ഒരു 2 ആഴ്ചക്കുള്ളിൽ അതും നല്ല പരുവാകും. മിറാക്കിൾ ഫ്രൂട്ട് പിന്നെ ചെറിയ മുട്ടിട്ടുള്ളൂ. നമുക്ക് ഈ കർക്കിടകമായതുകൊണ്ട് നമുക്കത് പിടിച്ച് കിട്ടാനായിട്ട് വലിയ പാടാണ്. എന്നാലും ഏകദേശമൊക്കെ കായ കിട്ടിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ നമുക്ക് ഒരുപാട് മഴ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. മിറാക്കിൾ ഫ്രൂട്ടും എല്ലാ ഭാഗത്തും കഴിക്കുന്നതാണ്. പിന്നെ നമ്മുടെ കൊടി മഴ കാരണം നമുക്ക് ഈ PVC ചരിഞ്ഞു പോയൊരു അവസ്ഥയാണ്. ഇത് കണ്ടില്ലേ, അത് നിറച്ചും കായാണ്, കായ്മീനുകൾ ഒരുപാടുണ്ട്. ഇത് നമ്മുടെ സദാ ഐറ്റമാണ്, കരിമീൻ്റെ ഐറ്റമാണ്. ഇത് നമ്മുടെ കൊക്കോയാണ്. കൊക്കോക്ക നമുക്ക് ഏകദേശമൊക്കെ പഠിച്ചു വരുന്നതുകൊണ്ട് ഇതിപ്പോൾ നമുക്ക് സീസൺ അല്ലാത്തതുകൊണ്ട് കാപിടുത്തം കുറവാണ്. പിന്നെ മഴ കാരണം നമ്മുടെ ചീയൽ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ അകമൊന്നും പ്രശ്നമാണ്, പക്ഷേ പുറത്ത് നമുക്കൊരു ചീയൽ പോലെ സംഭവിക്കുന്നുണ്ട് കൊക്കോക്കായ്ക്ക്. അതും വലിയൊരു പ്രോബ്ലമാണ്. എല്ലാം മഴയുടെ ഒരു കാരണം. പിന്നെ നമുക്ക് ചേമ്പ് പറിക്കാറായിട്ടില്ല. ചേമ്പ് നമ്മളൊരു ലേറ്റായിട്ടാണ് ഇത് നട്ടിരിക്കുന്നത്. അത് കാരണം ഏകദേശം പിന്നെ അതിന് ശേഷം നമ്മൾ ഗപ്പി ഫാമിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഒരുപാട് ഗപ്പിയുണ്ട്. മിറാക്കിൾ ഫ്രൂട്ട്, അതായത് നമുക്ക് ചില്ലി മൊസൈക്ക്, പിന്നെ ഇലക്ട്രിക് ബ്ലൂ, എമറാൾഡ് ഗ്രീന്, അങ്ങനെ കുറേ ഐറ്റംസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതാണ് ഐറ്റംസൊക്കെ. ഇത് ജർമ്മൻ റെഡാണ് നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത എപ്പിസോഡിലേക്ക് നമ്മൾ ഇനി ഗപ്പിയുടെ പുതിയ വെറൈറ്റീസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.